റെഡിയാ? ഞാൻ നിങ്ങളെ രാവിലെ കാണണമെന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ തെരഞ്ഞെടുപ്പിൽ ഈ നിരോധനാജ്ഞ എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ ന്യൂസ് വന്നപ്പോഴേ ഇതെന്താണെന്ന് വിചാരിച്ചു. അങ്ങനത്തെ ഒരു വിഷയം മലപ്പുറം ജില്ലയിലൊന്നുമില്ലല്ലോ. വളരെ ശാന്തമായി തെരഞ്ഞെടുപ്പ് നടത്താവുന്ന സ്ഥിതിയാണ് കേരളത്തിൽ തന്നെ. അല്ലാത്ത വിഷയങ്ങളൊന്നുമില്ല. പിന്നെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അത് അത്ര വലിയ പ്രശ്നങ്ങളല്ല. അവർ അതിനെ അങ്ങനെ വിളിക്കുന്നു എന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഉള്ളത് പരസ്യപ്രചരണം പാടില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കളക്ടറേറ്റൊക്കെ സംസാരിച്ചു, ബാക്കി അധികൃതരായിട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ പൊതുയോഗം, മൈക്ക് പ്രചരണം, അതുപോലെ തന്നെ സാധാരണ നമ്മൾ പറയുന്ന തരത്തിൽപ്പെട്ട ബാക്കി കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല പരസ്യപ്രചരണ ഐറ്റത്തിൽപ്പെട്ട. അല്ലാതെ തെരഞ്ഞെടുപ്പിൽ നിശബ്ദ പ്രചരണം നടത്തുന്നതിനോ ഹൗസ് ക്യാമ്പയിനോ അതിനൊന്നും യാതൊരു കുഴപ്പമില്ല എന്ന് അവർ പിന്നീട് അത് വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ വിഷയം ഇപ്പോൾ നിലനിൽക്കില്ല. ആളുകളൊക്കെ ആത്മവിശ്വാസത്തോടു കൂടി വോട്ട് ചെയ്യും. കേരളം വളരെ പ്രബുദ്ധമായ ഒരു സ്റ്റേറ്റാണ്. അതുകൊണ്ട് ചിന്തിച്ച് വോട്ട് ചെയ്യാൻ കഴിയുന്ന ആളുകളാണ് കേരളത്തിൽ ഉള്ളത്. തെരഞ്ഞെടുപ്പിൽ ഒരു സംശയവും വേണ്ട. UDF കേരളത്തിൽ ഈ പ്രാവശ്യം മുഴുവൻ സീറ്റുകളും വിജയിക്കും. ഇടതുപക്ഷം പറയുന്നത് തന്നെ അവരിൽ നിന്ന് തന്നെ വന്നുപോയതാണ്. ചിഹ്നം കാക്കാൻ അവരും രാജ്യം കാക്കാൻ കോൺഗ്രസും എന്ന നിലയിലേക്ക് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ലാതെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വലിയ അത്ഭുതമൊന്നും വേറെ സംഭവിക്കാൻ പോകുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റ് കുറവ് ആണ് UDF. ഇത്തവണ അതും കൂടി ഉണ്ടാവും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. നല്ല നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പൊന്നാനിയൊക്കെ വലിയ വോട്ട് ഭൂരിപക്ഷത്തിന് വിജയിക്കും. അതുപോലെ കേരളത്തിലൊട്ടാകെ നല്ല വിജയം ഉണ്ടാവും. അത് പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നിങ്ങളൊക്കെ സർവേ നടത്തിയ കാര്യമാണ്. ഞാൻ അതേക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യുക. അതായത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇടതുപക്ഷമാകെ കുറഞ്ഞ സീറ്റിലേ മത്സരിക്കുന്നുള്ളൂ ഇന്ത്യ രാജ്യത്ത്. എണ്ണം ഞാൻ പറയുന്നില്ല, അത്ര കുറവാണ്. അപ്പോൾ അവർക്കിപ്പോൾ ഇന്ത്യയിലെ ന്യൂനപക്ഷത്തെ ആ സീറ്റും വെച്ച് ന്യൂനപക്ഷത്തെ കാക്കാനൊന്നും കഴിയില്ല. അവരുടെ പരസ്യങ്ങളൊക്കെ ആ നിലയിലാണ്. പക്ഷെ അതാരും വിശ്വസിക്കാൻ പോകില്ല. കാരണം ഈ ഇത്ര കുറഞ്ഞ സീറ്റിൽ മത്സരിച്ചിട്ട് എങ്ങനെയാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷത്തെ അവർ കാക്കുക? അത് വിശദീകരിക്കാൻ അവർക്കൊണ്ട് കഴിഞ്ഞിട്ടുമില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ആവണം എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് കൂടുതൽ സീറ്റ് നേടണം, ഇന്ത്യ മുന്നണി കൂടുതൽ സീറ്റ് നേടണം. പിന്തുണക്കുന്ന കക്ഷികളുടെ കാര്യമൊക്കെ പിന്നെയാണ്. അതിനിപ്പോൾ നല്ല സാധ്യത തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഞാനിത് വെറുതെ പറയുന്നതല്ല. നല്ല പഠനം നടത്തിയപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ വലിയ അണ്ടർ കറൻസ് ഉണ്ട്. കേജ്രിവാളിൻ്റെ അറസ്റ്റിന് ശേഷം ഡൽഹിയിൽ ആദ്യം ഉണ്ടായിരുന്ന സിറ്റുവേഷൻ മാറി, UPയിൽ ആദ്യം ഉണ്ടായിരുന്ന സിറ്റുവേഷൻ മാറി. പറയണ്ട. പിന്നെ പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാനിൽ ഈ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഉള്ള ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സാണ് ജയിച്ചത്. അതുണ്ടായിപ്പോൾ. പിന്നെ മിക്ക സ്റ്റേറ്റിലും, ഇപ്പോൾ ബീഹാറിൽ ഒക്കെ വലിയ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ലക്ഷണമാണ് കാണുന്നത്. അങ്ങനെ അങ്ങ് നോക്കിയാൽ BJPക്ക് ഇത്തവണ സീറ്റ് കാര്യമായിട്ട് കിട്ടുന്ന സംസ്ഥാനങ്ങൾ സൗത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ തന്നെ ഇല്ലല്ലോ, ഒന്നും കാണാനില്ല. അതുകൊണ്ട് രാഷ്ട്രീയ നിരീക്ഷകന്മാർ മുഴുവൻ വിശ്വസിക്കുന്നത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്നാണ്. ആ കാര്യത്തിൽ
പ്രബലമായ ഒപ്പീനിയൻ. ഇനി പല പേസിലായിട്ടാണ് തിരഞ്ഞെടുപ്പ്. അവസാനത്തെ തിരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോഴേക്ക് കഴിഞ്ഞ വാജ്പേയി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉണ്ടായ അതേപോലെ ഇരിക്കും. അന്ന് BJP ഉറപ്പിച്ച് പറഞ്ഞു അവരാണ് വരിക. പക്ഷേ ഇലക്ഷൻ വന്ന് നോക്കുമ്പോൾ ഭൂരിപക്ഷം അന്ന് കോൺഗ്രസിനായി. അതേപോലെ ഇത്തവണ ഇന്ത്യ മുന്നണിക്കാവും. അപ്പോൾ ഈ ഒരു കോൺഫിഡൻസ് ആളുകളിൽ ഉണ്ടാവണം, ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്നുള്ള. ഇവരുടെ പ്രചരണം കൊണ്ട് പത്രമാധ്യമങ്ങളും മീഡിയയും ചാനലുകളും സോഷ്യൽ മീഡിയയൊക്കെ BJP പരസ്യമാണ്. അതിൽ വീണുകൊണ്ട യാതൊരു കാര്യമില്ല എന്നുള്ളതാണ് വസ്തുത. LDF ഇവിടെ സുപ്രഭാതത്തിൽ ന്യൂനപക്ഷങ്ങളെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുമെന്നും ദീപികയിൽ മണിപ്പൂർ വിഷയം ഉയർത്തിക്കാനാണ് പ്രചാരണം നടത്തുന്നത്, പരസ്യം നൽകുന്നത്. ഇതൊക്കെ ആത്മാർത്ഥമായിട്ടാണ് വരുന്നത്. അല്ല, ഞാൻ പറഞ്ഞില്ല, അതൊക്കെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലുണ്ട്. പരസ്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊതുവേ നമുക്കൊരു കാര്യം പറയാൻ പറ്റും. പരസ്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നിലപാടിലെ സത്യസന്ധത വ്യക്തമാവും. പരസ്യങ്ങളിൽ കോൺഗ്രസ് ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു, മതേതരത്വം പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുന്നു. അതാണ് കോൺഗ്രസ് ചെയ്യുന്നത്. പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുന്നു എന്ന് ഞാൻ പറയാൻ കാരണം പൗരത്വം കോൺഗ്രസ് നടപ്പിലാക്കിയിട്ടില്ലല്ലോ അവർക്ക് ഭരണം കിട്ടിയപ്പോൾ. അതുതന്നെയാണ് അവരെ വിശ്വസിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ആ കാര്യത്തിൽ. പിന്നെ പരസ്യങ്ങളിലൊക്കെ വന്നിരിക്കുന്നത് വലിയ ജനകീയ പ്രശ്നങ്ങളാണ്. അവരധികാരത്തിൽ വന്നാൽ ജനങ്ങളുടെ ഇന്ന് മോഡി ഗവൺമെൻറ് അവഗണിക്കുന്ന, കേരള ഗവൺമെൻറ് അവഗണിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതാണ് പ്രധാനം. അല്ലാതെ 19 സീറ്റും വെച്ച് അല്ലെങ്കിൽ 25 സീറ്റിൽ കുറവ് വെച്ച് മത്സരിച്ച് ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കും എന്ന് പത്രപരസ്യം കൊടുത്തുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ.